Hello friends, എല്ലാ കൂട്ടുകാർക്കും GK World and PSയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവിതാംകൂറിലെ പ്രബുദ്ധ ഭരണം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ PSC ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ കളക്ഷൻസ് മാത്രമാണ്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അക്കാഡമിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു എക്സാം നടത്തുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും LDCയുടെ സൗജന്യ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആധുനിക കാലത്ത് തിരുവിതാംകൂർ എന്നറിയപ്പെട്ട രാജ്യം ഏതാണ്? വേണാട്. ഈ രാജ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് മധ്യകാലത്ത് വേണാട് എന്നാണ്. ആധുനിക കാലത്ത് തിരുവിതാംകൂർ എന്നറിയപ്പെട്ട രാജ്യം മധ്യകാലത്ത് വേണാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് മതിലകം രേഖ എന്നാണ്. 1857 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ്. തിരുവിതാംകൂർ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത് 1857 നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. പിന്നെ അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിരുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം കലിയുഗരായൻ പണം എന്നാണ്. ശ്രദ്ധിക്കുക, കലിയുഗരായൻ പണം എന്നാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആയിരുന്നത്? മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. കൊച്ചിയുടെ അവസാനത്തെ ദിവാനായിരുന്നത് CP കരുണാകര മേനോൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുപ്പിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവം എവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂർ. തിരുവിതാംകൂർ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിഭായ്. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം തലക്കുളം. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടിയിലാണ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ശരി, ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ഏർപ്പെടുത്തിയ മഹാരാജാവ്? ആയില്യം തിരുനാൾ. ശ്രദ്ധിക്കുക, ഇത് LGS 2008 ചോദിച്ചിരിക്കുന്ന ചോദ്യമായിരുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചോദ്യം ഡിലീഷൻ വന്നിരുന്ന ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തുടർന്നും അക്കാഡമി ആഷ്ന ഷാജി എന്ന എന്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. നമ്മുടെ LDCക്കും മറ്റ് PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് സൗജന്യ ലൈവ് ക്രാഷ് കോഴ്സുകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കേണ്ടത് ഹെഡ്സെറ്റ് വെച്ച് കിടക്കുന്ന സമയത്ത്, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഹെഡ്സെറ്റ് വെച്ച് പലവട്ടം ആവർത്തിച്ച് കേൾക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതാണ്. ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. രാജാക്കന്മാരിൽ നിന്ന് സംഗീതജ്ഞനും സംഗീതജ്ഞന്മാരിൽ നിന്ന് രാജാവുമായ ആളാണ് സ്വാതി തിരുനാൾ. ശ്രദ്ധിക്കുക, രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞന്മാരിൽ രാജാവുമായ ആൾ ആണ് സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ എന്ന് അറിയപ്പെടുന്ന ഭരണാധികാരി സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവും സ്വാതി തിരുനാളാണ്. ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന തുടങ്ങിയത് ദിവാനായ സർ CP രാമസ്വാമി അയ്യരാണ്. തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കിഴവൻ രാജ എന്ന് അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. ആധുനിക അശോകൻ എന്ന ബഹുമതിക്ക് അർഹനായ തിരുവിതാംകൂർ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആണ്.
ടിപ്പുവിന്റെ ആക്രമണകാലത്ത് വേണാടിന്റെ രാജാവ് ധർമ്മരാജാവായിരുന്നു. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ആരുടെ ഭരണകാലത്താണ്? സ്വാതി തിരുനാൾ കാലഘട്ടത്താണ്. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിലുണ്ടായിരുന്ന കവിയാണ് ഉണ്ണായി വാര്യർ. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ട്രാവൻകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മണ്ഡപത്തം വാതിൽ ഇതിനും തുല്യമായ ഇന്നത്തെ ഭരണഘടകമാണ് താലൂക്ക്. മണ്ഡപത്തും വാതിൽ ഇതിന് തുല്യമായ ഇന്നത്തെ ഭരണഘടകമാണ് താലൂക്ക് എന്ന് അറിയപ്പെടുന്നത്. തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീപത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് മാർത്താണ്ഡവർമ്മയാണ്. ഭക്തി മഞ്ജരി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭന് തൃപ്പടിദാനം ചെയ്തത്, ഒന്നാം തൃപ്പടിദാനം നടത്തിയത് 1750 തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശരി, ഇനി നമുക്ക് 2018-2019 ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. പിന്നെ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ഗൗരി പാർവതി ഭായി. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്താണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. കുളച്ചൽ യുദ്ധം നടന്നത് 1741. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. പിന്നെ 1817 വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും റാണി ഗൗരി പാർവതി ഭായിയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരെയാണ് അവിടെ അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം റിപ്പീറ്റഡ് ആണ്, കൽക്കുളം. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഇതില് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാബ് അസിസ്റ്റന്റ് 2018 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ശരിയായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ പറഞ്ഞു വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്, ദിവാനായിരുന്നത്. പിന്നെ വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ രാജാവാണ് ബാലരാമവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ട്രാവൻകൂർ റൂളേഴ്സിനെ കുറിച്ചിട്ട് PSC ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തുടർന്നും അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതലായിട്ടുള്ള ക്ലാസ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കണമെങ്കിൽ, സൗജന്യമായിട്ട് അൺഅക്കാഡമി ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്.